സോ ചെയിൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു സ്റ്റൂള് ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വേണ്ടത് 3 ബ്രഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. ജസ്റ്റ് ഒന്ന് ചെയിൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള യൂസ് ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ WD-40 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചെയിന് തുരുമ്പടിക്കാതിരിക്കാൻ, സ്ക്വീക്കി നോയ്സും. പിന്നെ കുറച്ച് തുണികളും ജസ്റ്റ് ഒന്ന് തുടച്ച് അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൽ ചെയിൻ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ സ്പോക്കറ്റ് അത് ഇതൊന്നും ഞാൻ തൊടുന്നില്ല. അത് സർവീസിന് കൊണ്ടുപോകുമ്പം അവർ തന്നെ ചെയ്തോളും. സോ എൻ്റെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. ആ പൊടിയും മണ്ണും ഇതൊന്ന് ചെയ്യുന്നതെന്ന് മാത്രം, അത്രേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഫുൾ ക്ലീൻ ആക്കുന്നതെല്ലാം സർവീസിന് കൊടുക്കുമ്പോൾ അവർ തന്നെ ക്ലീനാക്കി തന്നോളും. എന്തായാലും 2 മാസം വെച്ചാണ് സർവീസ് എനിക്ക് നടക്കുന്നത്. സോ ആദ്യം തന്നെ WD-40 ചെയിനിൽ അടിച്ചിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്തായി. പിന്നെ ഒരു കാര്യം, വണ്ടി ഓണാക്കിയിട്ടിട്ട് ആരും ചെയ്യരുത്. ഫസ്റ്റ് ഗിയറിലിട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. വീല് കൈ കൊണ്ട് തന്നെ കറക്കി ചെയ്യുക, ഇല്ലെങ്കിൽ വിരൽ പോകുന്നതാണ്. സോ അതുകൊണ്ട് സൂക്ഷിക്കുക. WD-40 ആദ്യം അടിച്ചിട്ട് പിന്നെ ബ്രഷ് കൊണ്ടൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ല തേച്ച് ആ അഴുക്കും അതിനകത്തുള്ള ഗ്രീസെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് WD-40 യൂസ് ചെയ്യുന്നത്. അതോടെ തന്നെ തുരുമ്പടിക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യം ബ്രഷ് കൊണ്ട് നന്നായിട്ട് തേച്ചിട്ട് പിന്നെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. നല്ല 100% ക്ലീൻ ആക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പൊടിയും മണ്ണും കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൂബും കൂടെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പഴയ ഗ്രീസും അതും ഇതും കളയാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ക്ലീനിങ്ങിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ. ഇതേപോലെ ഈ ചെയിൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വിടുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആദ്യം വണ്ടി ഒന്ന് കഴുകിയിട്ട് പിന്നീട് വേണമെങ്കിൽ ക്ലീൻ ചെയ്താലും മതി. ഞാനിപ്പം കഴുകിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചെയിൻ എനിക്ക് നാളെ ഒരിടത്തേക്ക് പോകാനുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഫുള്ള് തേച്ച് വെച്ചു. പിന്നെ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടയർ ഒന്ന് കറക്കി അടുത്ത ഭാഗത്തേക്ക് WD-40 അടിച്ച് വീണ്ടും ഇതേപോലെ ബ്രഷ് ഇട്ട് വരച്ച് ഇങ്ങനെ ചെയ്ത് ക്ലീനാക്കിയാൽ മതി. വേണമെങ്കിൽ ആദ്യം ഒന്ന് കഴുകിയിട്ട് ചെയ്താൽ ഉള്ള മണ്ണും പൊടിയെല്ലാം പോയിട്ട് പിന്നെ ഇത് ചെയ്താലും മതി. അതാണ് കുറച്ചുകൂടെ നല്ലത്. സോ നമ്മളങ്ങനെ WD-40 യൂസ് ചെയ്ത് നന്നായിട്ട് ചെയിൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഉണ്ടായിരുന്ന അഴുക്കും പൊടിയും പഴയ ഗ്രീസും എല്ലാം പോയിട്ടുണ്ട്. അതൊക്കെ തുണിയിട്ട് തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ രാത്രി ഇപ്പം സമയം 5 മണിക്കാണ് ഞാൻ ക്ലീൻ ചെയ്യാതിരുന്നത്. എന്നിട്ട് ഞാൻ രാത്രി ഓവർനൈറ്റ് ഞാൻ ഇത് ഇട്ട് വെച്ചേക്കും ഇങ്ങനെ. എന്നിട്ട് നാളെ രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂറിന് മുമ്പായിട്ട് ലൂബ് അടിച്ച് വെക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ക്ലീനാക്കി ഇങ്ങനെ ഇട്ടേക്കും. പിന്നെ വണ്ടിയൊന്നും ഉപയോഗിക്കത്തില്ല, ലൂബ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സോ വണ്ടി ഇപ്പോൾ ഞാൻ ഈ WD-40 യൂസ് ചെയ്ത് ആ തുരുമ്പടിക്കുന്നതിൽ മാറ്റുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെ രാത്രി വെച്ചിട്ട് നാളെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂറിന് മുമ്പായിട്ട് ഞാൻ ലൂബ് ചെയ്യും.
ഞാൻ മോട്ടോമാക്സിൻ്റെ ആണ് ഇപ്പം ലൂബ് യൂസ് ചെയ്യുന്നത്. ഞാൻ മോട്യൂളിൻ്റെയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്, ബട്ട് മോട്യൂൾ ആ കടയിലില്ലാത്തത് കൊണ്ട് ഞാൻ മോട്ടോമാക്സ് തന്നെ വാങ്ങിച്ചു. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയിൻ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ WD-40 യൂസ് ചെയ്താണ്. ഞാൻ ഡീസലൊന്നും യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീസൽ യൂസ് ചെയ്യണമെങ്കിൽ ഡീസൽ യൂസ് ചെയ്യാം, ബട്ട് ഞാൻ WD-40 ആണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ നല്ലതാണ്, തുരുമ്പടിക്കത്തില്ല ചെയിൻ പെട്ടെന്ന്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ തുണിയും ബ്രഷും ഞാൻ സർഫിൽ മുക്കിയിടും, എന്നിട്ട് കഴുകിയിട്ട് ഉണക്കാൻ ഇട്ടിട്ട് പിന്നീട് ഇതേപോലെ ചെയിൻ ഇങ്ങനെ ക്ലീൻ ആക്കുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് ഇപ്പം 2ാമത്തെ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത 3ാമത്തെ സർവീസ് അടുത്ത മാസമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.